നമ്മൾ ഈ വസ്ത്രങ്ങളെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രോതാക്കൾക്ക് പറയാം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് വസ്ത്രങ്ങളെ കുറിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യണം. നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ കളർ സെൻസ്, ഡ്രസ് കോഡ്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ നമ്മളെ നമുക്ക് തന്നെ ഇഷ്ടപ്പെടുത്തുന്ന ചില ഘടകങ്ങളാണ്. ഈ നമ്മളെ ആദ്യം നമുക്ക് ഇഷ്ടപ്പെടണം. ഈ സമൂഹത്തിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ എങ്ങനെയുള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരെ ഇഷ്ടപ്പെടാത്തവർ. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയെ രാവിലെ ഉണരുന്നവരെ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ലെന്ന്. അപ്പം ഞാൻ എല്ലാവരെയും നടന്ന് ചൊറിയും. ഫോൺ ചെയ്യുന്നവരെയും ചൊറിയും, എൻ്റെ മുമ്പിൽ വരുന്നവരെയും ചൊറിയും, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ ചൊറിയും, വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിൽ ചൊറിയും. അപ്പോൾ ഈ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ, ഞാൻ ഓക്കെയാണ്, ഞാൻ അടിപൊളിയാണ്? എപ്പോഴും നമ്മൾ നല്ല പ്ലസന്റ് ഫീലിലിരിക്കണം. ഞാൻ ഒരുപാട് ഈ വിജയിച്ച ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവരെപ്പോഴും ഉപയോഗിക്കുന്ന കൂടുതൽ വാക്ക് ആ ഗുഡ് 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 എന്നാണ്. ആ ഗുഡ് 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 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് വളരെ ഹാപ്പിയായി കാണും. ഇപ്പൊ സാറിനെ വഴക്ക് പറയുന്നു, ഗുഡ് ഗുഡ് ഗുഡ്. അങ്ങനെയല്ല, അതിനെ പോസിറ്റീവായിട്ട് കാണണം. ഇനി അഥവാ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്താൽ നിമിഷങ്ങൾക്കകം അത് ഡ്രോപ്പ് ചെയ്യണം, അത് കളയണം. നമ്മളിപ്പോ എന്റെ കയ്യിൽ ഒരു കറി പറ്റി, അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കറികളും മറ്റൊക്കെ പറ്റും, നമ്മളത് അപ്പോഴേ കളയൂലേ. കഴുകി കളഞ്ഞാൽ പിന്നെ അതങ്ങ് മറക്കൂലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വേണ്ടത് മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് അത് കേൾക്കാൻ ഞാൻ യോഗ്യയാണോ, എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനങ്ങ് പിന്നെ കളയണം. അത് മാത്രമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളർ സെൻസിൻ്റെ കാര്യത്തിലും കളർ കോഡിൻ്റെ കാര്യത്തിലുമൊക്കെ നമ്മൾ പാലിച്ചിരിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ചിലരെ നമ്മളെന്താ പറയുക, നമ്മളെ മോശമാക്കി ഒരാളിനെ കാണിച്ചു കൊടുത്ത് അവരെ അങ്ങ് ബോധ്യപ്പെടുത്തുക നമ്മൾ മോശമാണ്. അങ്ങനെയാണോ? അങ്ങനെ, അതായത് ഇപ്പം നമ്മളൊരു ചടങ്ങിൽ പോകുന്നു, ആ ചടങ്ങിന് ഉചിതമായ വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിക്കണം. ആ ചടങ്ങിന് പിന്നെ നമ്മൾ പറ്റുന്ന ഡ്രസ്സ് എന്താണോ അത് ധരിച്ചിട്ട് പോകണം. നമ്മൾ പോകുന്നത് ഒരു പബ്ലിക് കോണ്ടെക്സ്റ്റിലാണ്, അല്ലെങ്കിൽ നമ്മളൊരാളിനെ കാണാനാണ് പോകുന്നത് എന്ന് പറയുന്ന ഒരു സംഗതി വേണം. നമ്മുടെ ശരീരത്ത് നിന്നൊരു ദുർഗന്ധം വേറൊരാൾക്ക് അനുഭവപ്പെടരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എല്ലാവരുടെയും ശരീരഘടന പലതാണ്. ചിലർക്ക് വിയർപ്പിന് ഭയങ്കര നാറ്റമാണ്, ചിലർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ നാറ്റമുള്ളവർ നിർബന്ധമായി എന്ത് ചെയ്യണം, അവരെന്തെങ്കിലും തരത്തിൽ പെർഫ്യൂം ഉപയോഗിക്കണം. ഇത് നമ്മൾ ചിലപ്പോൾ അറിയില്ല, നമ്മൾ ആ ലോകത്ത് തന്നെ ജീവിക്കുന്നുണ്ട്, പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യും. ഈ ചില കാര്യങ്ങൾക്ക് മറ്റുള്ളവർ എങ്ങനെ കാണും, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ മണക്കും, മറ്റുള്ളവരെങ്ങനെ മണക്കും എന്നുള്ളതല്ല, നമ്മുടെ മണവും നമ്മുടെ കാര്യങ്ങളും നമ്മൾ തന്നെ അറിയുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര്, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരു 10-60 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നവരുണ്ട്, വിശിഷ്യ സ്ത്രീകൾ. അവർക്ക് ഈ മെനോപാസൊക്കെ വന്ന് അവരങ്ങ് അമ്മുമ്മയായി, കൊച്ചുമക്കളെ വളർത്തേണ്ടത് അവരുടെ അമ്മയാ, അവരുടെ മോളാ. അതിന് നമ്മളെന്തിനാ മനസ്സുകൊണ്ടങ്ങ് അമ്മുമ്മയായി പിന്നെ അതിനകത്തങ്ങ് എടുത്തേ. അതേസമയം ചില അമ്മമാരെ കണ്ടാലുണ്ടല്ലോ, എനിക്ക് ഭയങ്കര വൈബും എനർജിയും തോന്നും. 10-60 വയസ്സായെങ്കിലും നല്ല രാവിലെ തന്നെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച്, ഓണത്തിനൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി, അത് കാണുന്നതിന് എന്ത് രസമാണ്. ഈ കളർ എന്ന് പറയുന്നത് തന്നെ അവർക്കൂടി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഈ കളർ വരുന്നത്. ഈ കളർ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അവിടെ പോകുമ്പോഴും എല്ലാം ഈ കളർ സംഗതി വെക്കുന്നത്. പിന്നെ ഈ ചില സംഗതികളിലൊക്കെ വൈറ്റ് മാത്രം നിർദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മതപരമായ ചടങ്ങുകൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു സംഗതി ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ വൈറ്റ് ആവുന്നത്, ഇല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ആഡംബരം അനുസരിച്ച് അഹങ്കാരികളാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അതിനനുസരിച്ച് നല്ല നീറ്റായി ധരിക്കണം. നീറ്റ് എന്ന് സാറ് പറയുന്നു. നീറ്റ് എന്ന് പറയുമ്പോൾ ആ സാറിന്റെ ഒരു സങ്കല്പം കളറും ഫുൾ അടക്കം അല്ല, ഫുള്ള് മൂടപ്പെട്ട വസ്ത്രത്തെയാണോ ഈ നീറ്റ് എന്ന് പറയുന്നത്? അങ്ങനെയല്ല, അതായത് ഓരോരുത്തരുടെയും ശരീരത്തിനും ഭാവങ്ങൾക്കും ഇണങ്ങുന്ന, അതിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കളുടെ മനസ്സിൽ പല ആളുകളും ഉണ്ടാവും. എന്ത് ഭംഗിയുണ്ട് ആ ഡ്രസ്, എന്ത് ഭംഗിയുണ്ട് ആ ഡ്രസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഈ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എന്താ പേര്, ജോർജ് സാർ. ആ ജോർജ് സാറിന്റെ ഡ്രസ് കോഡ് കണ്ടോ? അയാളുടെ ആ ക്യാരക്ടറിനോട് ചേരുന്ന ഡ്രസ് കോഡ്, മനസ്സിലായില്ലേ? അങ്ങനെ നമ്മളും നമ്മുടെ കാര്യങ്ങളോട് ചേരുന്ന, നമ്മുടെ ഇതിനോട് ചേർന്ന്, ഇപ്പൊ ആദ്യം വിളിച്ചൊരു പാസഞ്ചർ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും വൈറ്റാണ് ഉപയോഗിക്കുന്നത്, അല്ലെ കളറാണ്. നമ്മുടെ കളറിന് ചേരുന്ന, നമുക്ക് ഇണങ്ങുന്ന ഒരു ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡ് നമ്മൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും ശ്രോതാക്കളെ നിങ്ങൾക്ക് വിളിക്കാം
അഭിപ്രായങ്ങൾ പറയാം. നമ്പർ 9544700912. നിങ്ങൾ ഏത് തരം വസ്ത്രങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത്, ഏത് ടൈപ്പാണ് പ്രിഫർ ചെയ്യുന്നത്? നിങ്ങൾ ഭയങ്കര എന്താ പറയുന്നത്, വളരെ ചിലരുടെ ഡ്രസ് കോഡ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇഷ്ടത്തോടെ നന്നായി കൊള്ളാം എന്ന് വിചാരിച്ച ഡ്രസ് കോഡ് ഏതാണ്? എന്നാൽ ചിലത് കണ്ടപ്പോൾ അയ്യേ ഇതെന്താണെന്ന് പറയുന്ന ഒരു 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 സംഗതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ ഒരു അടയാളമാണ് നമ്മുടെ ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു അടയാളമാണ്. നമ്മളെ ഇങ്ങനെ നമ്മളൊരാളുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കും. നമ്മളിപ്പോൾ ഒരു വിവാഹത്തിന് ചെയ്യുന്നു, നമ്മൾ കുറേ ആളുകളുടെ മുന്നിലേക്കാണ് ചെല്ലുന്നത്. നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഇനി ആ കൂടുന്ന ആളുകളാരും നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ മരിക്കുന്നത് വരെ കാണണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പം അയാളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 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 ഇംപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 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 പ്രത്യേകതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ സമീപിക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ പല അച്ഛന്മാരും മരണപ്പെട്ടു പോയവരും അല്ലാത്തവരുമെല്ലാം ഈ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായി വിളിക്കണ്ട, സ്വാഭാവികമായിട്ടിരുന്നാൽ മതി. അതിന്റെ ഒരു സ്വാഭാവികതയോട്ടിരുന്നാൽ മതി. നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതിയാൽ നമ്മളങ്ങനെ നമ്മളിപ്പോ നമ്മളൊരു പുതിയ ഉടുപ്പും പാൻറ്റും ഒക്കെ ഇടിച്ചുകൊണ്ട് അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇട്ടുണ്ട്. അപ്പോൾ ചില കല്യാണ വീടുകളിൽ ചില ഉപ്പാമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെയും ബാപ്പാമാരെയും ഒക്കെ ഈ കല്യാണത്തിന്റെ പൊതുവിലുള്ള ഡ്രസ് കോഡാണെന്ന് പറഞ്ഞിട്ട് ചില കുട്ടിപ്പാൻറ്റും കുട്ടി ഉടുപ്പൊക്കെ ഇടിക്കും. അവർ വല്ലാത്ത അസ്വസ്ഥരായിരിക്കും. എന്താ ചെയ്യുക, ഇണങ്ങുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പ്രത്യേകിച്ച് ഇനി വസ്ത്രങ്ങളുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത്, ഓണക്കാലമാണ് വരാൻ പോകുന്നത്. ചില പ്രത്യേക ചടങ്ങുകൾക്ക് സവിശേഷമായ ചില ഡ്രസ്സുകൾ എടുക്കും. ഇപ്പം അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആളുകൾ എന്താ മൗനം പാലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പം കല്യാണങ്ങൾക്ക് പോലും ഈ കല്യാണത്തിന് മുമ്പ് 3-4 ദിവസം എന്താണ് പറയുന്നത്, മഞ്ഞ കല്യാണം, അറബി കല്യാണം, അല്ലാത്ത കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ് കോഡൊക്കെ നിറങ്ങൾക്കനുസരിച്ച് എടുക്കുന്ന ഒരു കാലം കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് എപ്പോഴും നമ്മളൊരു കളർ സെൻസോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിന്, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്കൂളുകളിൽ എന്തിനാണ് യൂണിഫോം നിഷ്കർഷിക്കുന്നത്. യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാകുന്നു, എല്ലാവരും അതിനൊരു ഡിസിപ്ലിൻഡ് ആവുന്നു, എല്ലാവരും അതിലൊരു കോൺഷ്യസ് ആവുന്നു. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇവിടെ സ്വർണ്ണ വ്യാപാര കടകളിൽ, വസ്ത്ര വ്യാപാര കടകളിൽ ഒക്കെ ഈ ഡ്രസ് കോഡ് നിർദ്ദേശിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ഇടുമ്പോഴേക്കും അതിൻ്റെ ഒരു ഭാഗമായി തീരുന്ന ഒരു സെൻസ് വരുന്നുണ്ട്, അതാണ്. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു പുതിയ കാലത്ത് ഒരു ജുബ്ബാക്കാരനെ കാണാൻ പറ്റും? ഇല്ല, അധികം കാണാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പുതിയ കാലത്ത് നമ്മളങ്ങനെ ജുബ്ബ ധരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്കൂൾ ഡേയ്ക്കോ അല്ലെങ്കിൽ കോളേജ് ഫംഗ്ഷനോ ഒക്കെ എല്ലാവരും ഒക്കെ ആയിട്ടിരുന്നത്. എഴുത്തുകാർ പോലും ഇപ്പം അങ്ങനെയൊക്കെ മാറിയെന്ന് തോന്നുന്നു. ജുബ്ബയുടെ ഒക്കെ ഇപ്പം മാറ്റമൊക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പം എന്താണ് അഖിൽ ധർമ്മജനൊക്കെ അങ്ങനെ ജൂബ ഒന്നുമല്ല, ജൂബ മാത്രം ഇട്ട് നടന്നുപോയൊരു മനുഷ്യൻ ഈ അടുത്ത സമയത്ത് പോയായിരുന്നു, സഖാവ് VS. അതായത് ജുബ മാത്രം ധരിച്ചിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവ്. ഒന്നാമത്തെ കാര്യം ഇപ്പം വീട്ടിലൊക്കെ കൊച്ചുമക്കളൊക്കെ ഓടിക്കും, ഇതൊന്ന് തേക്കണമെങ്കിൽ എന്തൊരു പാടാ ജുബ. ഇപ്പോൾ ഉള്ള ടേബിളിലൊക്കെ ഇതൊന്ന് തേച്ച് ഉപയോഗിക്കണമെങ്കിലൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരോ കുട്ടികൾക്കോ ഒക്കെ നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ അവർ തന്നെ ഒന്ന് വസ്ത്രമൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയുള്ള ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കോഡ് ഏതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ്, ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് തോന്നുക. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടാറുണ്ടല്ലോ, അത് തുറന്നു പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചിലത് ഇട്ടിട്ട് എത്ര തവണ നമ്മൾ ഊരിക്കളയും, ഇത് ചേരുന്നില്ല, അതങ്ങനെ കൊള്ളൂല, ഇതിങ്ങനെ പറ്റൂല, ഇത് ഈ ഫംഗ്ഷന് പറ്റൂല. പക്ഷെ നിരന്തരം നമ്മൾ പോകുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ വളരെ ശ്രദ്ധിക്കാതെ പോകും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫീസിൽ പോകുന്നു നമ്മളിപ്പോൾ, അതേസമയം ഒരു കല്യാണത്തിന് നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കും. അല്ല സാറേ, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളല്ല. അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളല്ലെങ്കിൽ ഒരു 50 പൈസയുടെ കുറവുണ്ടെന്നാണ്. അതാ കുറവുണ്ട്. എന്റെ വീട്ടുകാരും പറയാറുണ്ട്, അത്യാവശ്യം നാട്ടുകാരും പറയാറുണ്ട്, ഇതെന്താ ഇങ്ങനെ ആയി പോയെന്ന് വിചാരിക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആളുകൾ നോട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. എപ്പോഴും വസ്ത്രമാണെങ്കിലും എന്തിനാണ് നിങ്ങളൊക്കെ ഈ വസ്ത്രം പേഴ്സണാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം. വസ്ത്രം പേഴ്സണാലിറ്റിയുടെ ഭാഗമായതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം നമ്മളതിന് ഇപ്പൊ നമ്മൾ ഇപ്പൊ ക്ലാസ്മേറ്റ്സ് ഒക്കെ നടത്തുന്നില്ല, ഈ ക്ലാസ്മേറ്റ്സ് ഒക്കെ നടത്തുമ്പം ഈ പണ്ടുള്ള ആളുകളെല്ലാം കൂടെ ഒത്തുകൂടാറ്. ഈ ഒത്തുകൂടുമ്പോൾ എല്ലാ ആളുകൾക്കും പ്രയാസങ്ങളും നിരാശയും
സങ്കടവും നഷ്ടവും ഒക്കെ ഉണ്ട്. പക്ഷേ ചിലരാണെങ്കിൽ ഭയങ്കര നല്ല പ്ലസൻ്റായി ഒരുങ്ങി വരും, ചിലരാണെങ്കിൽ ഭയങ്കര അലക്ഷ്യമായിട്ട് വരും. അപ്പോൾ അവരെടുത്ത് എല്ലാവരും ചോദിക്കുന്നത് നിനക്ക് വല്ല വിഷമമുണ്ടോ, പ്രയാസമാണോ? ഓക്കെ, നമുക്കൊരു പാസഞ്ചർ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്മേ, പറഞ്ഞോളൂ അമ്മേ. ഇന്ന് ജൂലൈ 30 ഇന്ന് ലോക സൗഹൃദ ദിനം പറ്റിയോ? സാറിന്റെ രാവിലത്തെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ കേട്ടപ്പോ ഓണമൊക്കെ എത്തിയോ? ഞങ്ങൾക്ക് കൊതിയാവുമല്ലോ. അതാ. പിന്നെ ഡ്രസ്സിന് പ്രായമുണ്ടോ സാർ? ഡ്രസ്സിന് പ്രായമുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ചില്ല. ഉണ്ടമ്മേ, പ്രായമൊക്കെ ഉണ്ടമ്മേ ഡ്രസ്സിന്. ഒരു പ്രായം നമ്മുടെ മനസ്സാണ് അവിടെ പ്രായം. അമ്മയ്ക്ക് ഞാനൊരു സ്ലീവ്ലെസ് മേടിച്ചോണ്ട് തരുമോ ഓണത്തിന്? അമ്മ ഇട്ടോണ്ട് നടക്കുവോ? ഇതെന്താ അങ്ങനെ? എനിക്ക് എന്റെ ഇഷ്ടമാക്കിയ മോളെ ഞാനിടുന്നത് സെറ്റ്. അത് സെറ്റ്. പക്ഷേ അപ്പൊ ഡ്രസ്സ് പേഴ്സണാലിറ്റിയുടെ ഭാഗമാകുമ്പോൾ ഞാൻ ഇച്ചിരി പഴഞ്ചനായിട്ട് മാറുന്നുണ്ടോ, അമ്മ കുറച്ച് ട്രെൻഡി ആയിട്ട് മാറുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഡ്രസ്സിന് പ്രായത്തിനും ഒരു കണക്ക് കൂട്ടുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. എനിക്ക് അങ്ങനെയില്ല. പിന്നെ നമ്മുടെ പ്രായത്തിൽ ഇപ്പൊ നമ്മളൊരു സെറ്റ് മുണ്ട് കൊടുക്കാനാണ് എന്റെ ആഗ്രഹം. എനിക്ക് സെറ്റ് ആകുമ്പോ ഇച്ചിരൂടെ ഒരു ലൈറ്റ് കളറാ. നമ്മള് ഇങ്ങനെ പറയുന്ന വിധവകള് ഈ നാട്ടിൽ പട്ടുസാരി ഉടുത്താ സാറേ അതിനൊരു പുച്ഛിപ്പുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല മെമ്മ. അപ്പൊ അങ്ങനെ ആരാ പുച്ഛിക്കുന്നത്? ഇപ്പൊ അങ്ങനെയുള്ള പുച്ഛൊന്നും അത് വിവരമുള്ളവര് പുച്ഛിക്കത്തില്ല സാറേ. അല്ലാതൊക്കെ ഉണ്ടല്ലേ? അറിയാവാ, രണ്ട് ഭാഗമുണ്ട് മനുഷ്യൻ. അതാണ്. നമ്മള് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അവര് വിധവകളായി കഴിഞ്ഞാൽ അവര് പട്ടുസാരിയാണ്. അതെ 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 അതെ. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറിന്റെ ഭാഗമായി ഓരോ സംഗതികൾ പലരും ഓരോ സ്ഥലത്തും ചെയ്യുന്നുണ്ട്. വിളിച്ചതിന് നന്ദി വിജയമ്മ. ഈ പറഞ്ഞ പോലെ പലതരത്തിലുണ്ട്. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും പുച്ഛിക്കുന്നുണ്ട 2-3 നല്ല കളറുള്ള പട്ടുസാരി വാങ്ങിച്ചങ്ങ് കൊടുക്കണം. ഈ നമുക്ക് പണ്ട് മുതലേ അങ്ങനെ ഒരുങ്ങിയ ഒരു പാറ്റേൺ ഉള്ള ആളുകളുണ്ട്. അതിനെ നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളും. അവരെ നമ്മൾ അങ്ങനെ കാണാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ആളുകൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പെട്ടെന്ന് ദഹിച്ചു എന്ന് വരില്ല. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം, ആളുകളുടെ ഇഷ്ടത്തിനല്ലല്ലോ, നിങ്ങളുടെ കണ്ണിലൂടെ അല്ലല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നൊരു വസ്തു, ഒരു ന്യായം കൂടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ ബേസിക്കലി അവരവരെ സ്നേഹിക്കുകയും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഡ്രസ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഒരു എത്തിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരിക്കലും വൃത്തിയായി നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വാതിയെ വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ എന്തൊരു അസ്വസ്ഥതയാവും. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ഒരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു സാരിയുടെ ആളാണ്. സാരി വളരെ ചെറുപ്പത്തൊട്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ ഒരാളായിരുന്നു. ഇപ്പൊ എത്ര വർഷമായി സാരി ഉടുപ്പിന്റെ എത്രാം വാർഷികം അപ്പൊ ആഘോഷിക്കുന്നത്? ഓർമ്മ പറ്റത്തില്ല, കാരണം ഒരുപാട് വർഷമായിട്ട്. അത് ശരി. പിന്നെ അത് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഓർത്ത് വെച്ചിരുന്നു. ഈ ഏത് ടൈപ്പ് കാലത്തിനനുസരിച്ച് മാറി വരുന്ന ട്രെൻഡി സാരികളെല്ലാം ഉടുത്തിട്ടുണ്ടോ? അല്ല, ഇടയ്ക്ക് വെച്ചൊരു ചൈനീസ് സിൽക്ക് വന്നായിരുന്നല്ലോ, പളവള ഉള്ളത്. എന്താ ഓർമ്മയുണ്ടോ സ്വാതിക്ക് ചൈനീസ് സിൽക്ക്? അല്ല, സാരിയുടെ ഒക്കെ പേര് ഓർത്തിരിക്കുന്നതുകൊണ്ട് ചിരിച്ചതാ. പിന്നെ ഫംഗ്ഷനുകളൊക്കെ എനിക്ക് നിർബന്ധമായിട്ട് കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്നതുകൊണ്ട് പിന്നെ ഏജൊക്കെ കൂടി വരില്ല. അതുകൊണ്ടൊക്കെ ഇപ്പൊ ചുറ്റാറാക്കും. അത്യാവശ്യങ്ങൾ ഓടി എത്തേണ്ടി വരുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ സാരി കൊടുക്കാൻ സമയം കിട്ടാറുണ്ട്. എന്നാലും സാരി ഉടുത്തു കഴിയുമ്പോൾ നല്ലൊരു കോൺഫിഡൻസും നല്ലൊരു ഹാപ്പിനെസ്സും കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കാണുന്ന തോന്നൽ എനിക്കങ്ങ് വരും. പശയൊക്കെ മുക്കിയാണോ സാരി തേച്ചൊക്കെ അങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കുന്നത്? തേച്ചിട്ടല്ല, ഈ കോട്ടൺ തുണിയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പശ അങ്ങ് പോയിരുന്നു നേരത്തെ. അപ്പൊ ഞങ്ങള് ഈ വെഡിങ് വരിയിട്ടങ്ങ് കറക്റ്റ് മെത്തേഡ് അടിയു. ആ സാരി മുടക്കി മെത്തേഡ് അടി വെച്ചിട്ട് അവന്റെ പുറത്ത് കിടന്ന തേച്ചതുപോലെ ഇരിക്കും. പുതിയ തലമുറയിൽ ഒത്തിരി ആളുകൾക്ക് സാരി ഉടുക്കാൻ അറിയാത്തവരുണ്ട്. അതാ അറിയാവോ? റെഡിമെയ്ഡ് സാരി കിട്ടും. ആ കറക്റ്റ്. സെറ്റ് ചെയ്ത് സാരി വാങ്ങാൻ കിട്ടും. നമുക്ക് ഉടുക്കാൻ അത്ര പാടൊന്നുമില്ല. അത് ശരി. സ്വാതി ഏതാണ്ട് പറയുന്നു, ഒന്ന് കേട്ടെ. ചേച്ചി, ഉടുക്കാനായിട്ട് പാടൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. കാരണം സെറ്റ് ചെയ്ത് ഉടുക്കാൻ പാകത്തിനുള്ള സാരി ഇപ്പൊ കിട്ടും കേട്ടോ. അതെങ്ങനെയാ സെറ്റ് ചെയ്ത് ഉടുക്കാൻ? അതെല്ലാം ഞൊറി എല്ലാം വെച്ച് തന്നെ നമ്മളെ കിട്ടാൻ മതി. ഓ, അത് ശരി. അപ്പൊ അങ്ങനെയുള്ള ഉടുക്കാനുള്ള പാടൊന്നും വേണ്ട. പിന്നെ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ സെറ്റ് മുണ്ട് ഉടുക്കാൻ, സെറ്റ് മുണ്ടൊക്കെ വളരെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതുപോലെ ഉടുക്കാൻ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ട്. ഫംഗ്ഷനൊക്കെ ഞാൻ ഉടുപ്പിച്ചു. നേരത്തെ ബ്യൂട്ടീഷ്യൻ ഒന്നുമില്ല കല്യാണത്തിന്. ഞങ്ങളാ ഈ നാട്ടുകാർക്കൊക്കെ സാരി ഉടുപ്പിച്ചു കൊടുത്തോണ്ടിരുന്നത്. അത് ശരിയാ.
അപ്പൊ സന്തോഷം. ഭംഗിയായിട്ട് എടുക്കാൻ എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ നല്ല സന്തോഷത്തോടെ ഈ ഓണത്തിന് നല്ല കളർഫുൾ സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരിക്കുട്ടിയായി വളരെ മിടുക്കിയായി ഇനിയും ഒരു 10-25 വർഷം കൂടെ ജീവിച്ചിരിക്കട്ടെ. നന്നായിരിക്കട്ടെ. താങ്ക് യു. ഓക്കെ ഓക്കെ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈ സാരിയുടെ പേര് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ കൃത്യമായിട്ട് അങ്ങനെയല്ല, നമ്മൾ ഈ പറഞ്ഞ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ എന്താ പറയാ, നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ നമ്മുടെ ഉമ്മയ്ക്ക് പണ്ട് എന്റെ ഉമ്മയ്ക്ക് സാരി എടുക്കാൻ പോകുമ്പോ ഉമ്മ പറയും എനിക്ക് കോട്ടൺ സാരി മതി, പിന്നെ ചിലർക്ക് ഷിഫോൺ സാരി, അങ്ങനെയുണ്ട്. എനിക്കറിയത്തില്ല. അങ്ങനെയുണ്ട്, പട്ട് സാരി ഉണ്ട്. പിന്നെ ഞാന് പിന്നെ എവിടെ പോയപ്പോഴാ കാഞ്ചീപുരത്ത് പോയ അവിടെ പോയിട്ട് അവിടുത്തെ പട്ട് സാരി നെയ്യുന്നത് അടക്കം ഞാൻ കണ്ടു. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ നമ്മളെല്ലാം അറിയണമല്ലോ ഈ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും, നമ്മളെല്ലാ പൾസും വൈബും നമ്മളിലേക്ക് എത്തണ്ടേ. തീർച്ചയായിട്ടും. നമുക്ക് ഒരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. പിന്നെ ഈ ഡ്രസ്സിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ അനിൽ സാർ പറഞ്ഞ പോലത്തെ ഒരു ഇതാ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സിനിണങ്ങുന്ന ഡ്രസ്സ് ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏത് ഫംഗ്ഷൻ ഇപ്പൊ ജസ്റ്റ് എങ്ങോട്ട് പോയാലും വൃത്തിയും എടുപ്പുള്ള വസ്ത്രം ധരിക്കുക. അത് മനസ്സിലായോ? ഇപ്പൊ നമുക്ക് കുറെ വിഷമോ നമ്മൾ ഒരു കൊള്ളാത്ത ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് ഒരാളിന്റെ അടുത്ത് ചെന്നിട്ട് അവരെ കാണിച്ചിട്ട് എന്തോ പോലെ ഉണ്ട്, അവര് നമ്മുടെ വിഷമം വല്ലതും എടുക്കും. ഉണ്ടായാലും നമ്മൾ നല്ലൊരു ഡ്രസ് ഇട്ട് നമ്മൾ ആ ഒരു എല്ലാരും കൂടുന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമം മാറും. എന്റെ കൺസെപ്റ്റ് അങ്ങനെ. നമ്മളിപ്പോ സാറ് പറഞ്ഞ പോലെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഓ ഞാൻ ഓക്കെയാ. അതിനകത്ത് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന് നീല കളറാണ് ഇഷ്ടം. പക്ഷെ എനിക്കൊരു കരിഞ്ഞ പച്ച അങ്ങനെയൊക്കെയുള്ള ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എല്ലാ ഡ്രസ്സും ധരിക്കാറുണ്ട്. എല്ലാ തരത്തിലുള്ള ഡ്രസ്സും എനിക്ക് ഇണങ്ങുന്ന തോന്നുന്ന എല്ലാ ഡ്രസ്സും ധരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഈ നമ്മള് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടിയോ തോൽവിയോ ഒക്കെ ഉണ്ടാവുമ്പോ എല്ലാരും നമ്മളെ നോക്കും വലിയ സന്തോഷത്തോടെ. എന്ന് പറഞ്ഞാൽ ഇവൻ തോറ്റുപോയോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അത് ഞാൻ പറയാം, നമ്മൾ തോറ്റിട്ടില്ല എന്ന് കാണിക്കുന്ന എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. നമ്മുടെ ആ ഒരുക്കത്തില് പോക്കില് നമ്മുടെ ആ ഡ്രസ്സില് ഇതൊക്കെ അവര് അവൾ ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ നമുക്കൊന്നും പ്രശ്നം. പക്ഷേ നമുക്ക് നമ്മൾ അറിഞ്ഞാൽ പോരെ ബാക്കിയുള്ളവരെ അറിയിക്കുന്നത്. അപ്പൊ അതിനോട് എനിക്ക് പിന്നെ ഫംഗ്ഷനൊക്കെ നമ്മൾ പോകാൻ ഒരുങ്ങുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സാരിയാ. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫംഗ്ഷൻ കല്യാണത്തിന് പോകണം ഇന്ന് ഏത് സാരി ഉടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ വെറൈറ്റീസ് അമ്പലത്തിൽ പോകാനായിട്ട് ബാക്കിയുള്ള സമയത്തൊക്കെ ചുരിദാർ അല്ലെങ്കിൽ സാരി ഇതൊക്കെ ഉടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു അമ്മൂമ്മയാ, പക്ഷെ ഞാൻ എല്ലാ ഡ്രസ്സുകളും ധരിക്കും. അമ്മൂമ്മയാണെന്നൊന്നും തോന്നൂല കേട്ടോ, അമ്മൂമ്മയാണെന്നൊന്നും ആരെടുത്തും പറയണ്ട. അച്ഛനും അമ്മയ്ക്കോ മക്കള് നമ്മളെല്ലാ കൊച്ചുമക്കളും അത്രേ ഉള്ളൂ. നമ്മള് നമ്മുടെ മക്കളെ വളർത്തി വിട്ടിട്ട് നമ്മള് ചെറുപ്പമായി അവര് വയസ്സ് ചെന്നു, അങ്ങനെ ഒരു ചിന്ത. ഞാൻ പറയാൻ കാര്യം ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രീബുദ്ധ LKG ആയിട്ട് മോനെ വിളിക്കാൻ ചെയ്തപ്പോ ടീച്ചർ ചോദിച്ചു അമ്മയാണോ ഇത്, അമ്മൂമ്മ വരുമെന്നാ പറഞ്ഞ, ആരാ വന്നേ? ഞാൻ പറഞ്ഞു ഞാൻ അമ്മൂമ്മയാ. ഓക്കെ, എനിക്ക് നമുക്ക് അപ്പൊ അവനും കൂടെ ഒരു ക്രെഡിറ്റ്. നമ്മളിങ്ങനെ കരഞ്ഞു കൂടിയിട്ട് സ്വാതി കേൾക്കാൻ വേണ്ടി സാധി പറയുന്ന പോലെ എനിക്ക് വേറെ ഈ സാധിയൊക്കെ നന്നാലും ഒരുങ്ങി നടക്കേണ്ട കുട്ടിയല്ലേ, ചുമ്മാ നമ്മളിങ്ങനെ കുറെ ഡ്രസ്സൊന്നും ഇല്ലാതൊക്കെ നടന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നല്ലപോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ലപോലെ. താങ്ക് യു. ഓക്കെ, കണ്ടോ എനർജി കണ്ടോ, ആ വൈബ് കണ്ടോ? വൈബൊക്കെ എനിക്കുണ്ട്. അല്ല, ആ ചത്താലും ചമഞ്ഞു കിടക്കണോന്ന് പറഞ്ഞു ചമയാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ പൊളിച്ചാ കിടക്കുന്ന. അത് ഓരോ രീതിയായിരിക്കാം. പക്ഷെ ഓരോരുത്തരെ ദൈവം ഇങ്ങനല്ലേ എന്താ പറയാ, പടച്ചവൻ പഠിച്ചു വിട്ടേന്ന് പറയുന്നത്. അല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് നമുക്കും ചില കാര്യങ്ങളിൽ നമുക്കും പിടിപ്പം. ഒരു ബസ്സിന്റെ ഡ്രൈവർ ബസ്സിനെ എങ്ങനെ ഉണ്ടാക്കിയാലും അത് ഓടിക്കുന്നവന് അതിനകത്ത് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടല്ലോ, പിടിച്ചു നിർത്താൻ ഒരു കഴിവ് വേണമല്ലോ. അതുകൊണ്ടാണല്ലോ അവനെ ഡ്രൈവർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ശരീരം ഉണ്ടാക്കിയിട്ട് സ്വാതി എന്ന് പറയുന്ന ഒരു ഡ്രൈവറെ ദൈവം ഇതിനകത്ത് ഇട്ടേക്കുവാന്നല്ലോ. അപ്പൊ ആ സ്വാതി എന്ന് പറയുന്ന ഡ്രൈവർക്ക് ഒരു നിയന്ത്രണം വേണമല്ലോ ഇതിന്. അല്ലാതെ എന്നെ ഇങ്ങനെ പടച്ചോൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പടച്ചോനെ കുറ്റം പറഞ്ഞുകൊണ്ട് പടച്ചോൻ എല്ലാ ഡ്രസ്സുകളും എല്ലാവരെയും പരിചയപ്പെടുത്തി. ആ ഡ്രസ്സ് നിനക്ക് അതിടാം, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം, കുറച്ചു പേർക്ക് പർദ്ദ ഇടാം, കുറച്ചു പേർക്ക് അല്ലാത്ത ഇടാം. അത് ഓരോരുത്തരും അവരവരുടെ പ്രിഫറൻസ് അനുസരിച്ച്, അവരവരുടെ ബോധ്യം അനുസരിച്ച്, അവരവരുടെ ഫ്രീഡം അനുസരിച്ച്, അവരവരുടെ കൺവിക്ഷൻ അനുസരിച്ച് വളരെ മനോഹരമായി ധരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന ഹെട്രോജനിറ്റി ഉണ്ടാവുന്നത്, വൈവിധ്യം ഉണ്ടാവുന്നത്. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. സാറേ, ഈ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞില്ല, എന്നെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകളുണ്ടാവും ഒരു കളറിൽ നിന്നും മാറി ചിന്തിക്കാൻ. കറുപ്പ്, നീല, കരിഞ്ഞ വെച്ച ഇങ്ങനെയുള്ള കുറച്ച് കളറിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇവർക്ക് ഒരിക്കലും സാധിച്ചെന്ന് വരില്ല. പിന്നെ ഒരേ പാറ്റേണുള്ള കോളറുള്ള ഒരു കുർത്ത പോലെ. ഞാൻ പറഞ്ഞത് അതിലാണ് ആ ആളുകൾ കംഫർട്ടബിൾ എങ്കിൽ ആയിക്കോട്ടെ,
അതിന് നമ്മളെന്തിനാ ഡിസഗ്രി ചെയ്യുന്നത്? അതെ, ഇതിപ്പോ നമ്മുടെ ഇഷ്ടത്തെ ഇപ്പൊ എനിക്ക് വളരെ നമ്മുടെ ഒരു പ്രശ്നം എന്താ അറിയാം, നമ്മൾ ബോധപൂർവം നമ്മളെ ഇതൊന്നും നമ്മൾ ചൂസ് ചെയ്യാതെ നമ്മൾ സ്പോയിൽ ചെയ്ത് കളയരുത്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ വീടിന് പെയിന്റ് അടിക്കുമ്പോൾ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഇന്ന കളർ ബെഡ്റൂമിന് അടിക്കണം. അതോ നമ്മൾ പെയിന്ററെ വിളിച്ചേച്ച് പറയാം നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഇഷ്ടമുള്ള പോലെ അങ്ങ് അടിയെന്ന് പറയും? പറയത്തില്ല. നമ്മളെന്തായാലും ഒരു കളർ പറയും, ഇന്ന ഡോറിന് ഇന്നത് വേണം, ഇന്ന ഭിത്തിക്ക് ഇന്നത് വേണം, ബെഡ്റൂമിന് ഇങ്ങനെ വേണം. ഇപ്പൊ അത് എത്ര കോൺഷ്യസാണ്. കുട്ടികളുടെ റൂമിന് പ്രത്യേക കളർ, പ്ലേ റൂമിന് വേറെ കളർ, പിന്നെ ബാത്റൂമിന് വേറെ കളർ. ഇതിനെല്ലാം സയൻസ് പോലും ചേർത്ത് വെച്ചാൽ ഇപ്പോൾ ഓരോരുത്തർ അടിക്കുന്നത്. മനസ്സമാനം കിട്ടുന്ന കളറാണ് ഇപ്പോൾ ബാത്റൂമിന് അടിക്കുന്നത് എല്ലാവരും. കാരണം ആകെ മനുഷ്യനൊരു സമാനത്തോട് ആശുപത്രികൾക്ക് പിങ്ക് കളർ, പിങ്ക് എന്ന് പറയുന്ന ഹെൽത്തിന്റെ ഒരു മെസ്സേജ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോരോ കളറുകൾ പ്രിഫർ ചെയ്തായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നമുക്കിണങ്ങുന്ന ഒരു ചോയ്സ് നമുക്കുണ്ടാവും. ആ ഒരു നിറത്തിൽ നിന്ന് മാറാത്ത ആളുകളുണ്ട്. മാറണ്ടേ, അതിന് മാറണമെന്ന് നമ്മൾ എന്തിനു പറയുന്നു? നമ്മൾ മാറുന്നില്ല. നമ്മൾ മാറണമെന്ന് നമ്മൾ നിർബന്ധപൂർവ്വം മറ്റുള്ളവർക്ക് വേണ്ടി മാറണമെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണെന്നറിയാവോ, നമ്മളെ സ്വയം വിലയിരുത്തുന്ന, നമ്മളെ ആ ഡ്രസ്സിൽ നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. എന്തെങ്കിലും വാരി വലിച്ചിട്ടിട്ട് അതിലങ്ങ് ഇഗ്നറായി, അതിനെ അങ്ങ് അവഗണിച്ച് അങ്ങനെ ഒരു ഫാക്ടറിനെ കുറിച്ച് ചിന്തിക്കാതെ, ആളുകൾക്ക് ബാധ്യതയായി, നേരാമണ്ണ സമയത്ത് കഴുകാതെ, ദുർഗന്ധം എടുക്കുന്ന രീതിയിൽ കിട്ടുന്നതെല്ലാം ഇട്ടുകൊണ്ട് നടന്ന്, ഇപ്പൊ വിയർത്ത് ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് വന്ന സാധനം തന്നെ രാവിലെ ഇട്ടുകൊണ്ട്, അപ്പൊ അത് ഇതെന്താണ് ഇത് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അക്കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ പഠിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അവരൊക്കെ ഈ കാണുന്നതെല്ലാം ഭയങ്കര ഓക്കെയാ, പക്ഷെ അവരുടെ ഈ ഹൈജീനിക് ഫാക്ടേഴ്സിനെ സംബന്ധിച്ച് അവർ വളരെ ലീസ്റ്റ് കോൺഷ്യസ്. എത്ര ആളുകളാ, ആൺകുട്ടികൾ തന്നെ പാൻറ് ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്ന് കിടന്ന് അതേ പടുതിക്ക് കിടന്നങ്ങ് ഉറങ്ങുമോ? സ്കൂളിൽ നിന്നോ അവിടെ നിന്നോ വന്ന് ഡ്രസ്സ് പോലും മാറാതെ കിടന്നങ്ങ് ഉറങ്ങുന്ന ശീലമുണ്ട്. അതേസമയം അത് വന്ന് മാറി കുളിച്ച് വൃത്തിയായി വേറൊരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും നമ്മളെ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ പ്രിവിലേജ്, നമ്മുടെ പ്രസ്റ്റീജ്, നമ്മുടെ ഒരു സെക്യൂരിറ്റി കോൺഷ്യസ്നെസ്, നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, ഇതെല്ലാം പരിഗണിച്ചാണ് നമ്മൾ ഇത്തരം സംഗതികൾ ധരിക്കേണ്ടത്. ആ ഒരു ഫാക്ടറിനെ നമ്മൾ ഇഗ്നർ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ചിലർ ഈ പോരാട്ടം അങ്ങ് അവസാനിപ്പിക്കും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ അമ്മുമ്മ സ്കൂളിൽ വിളിക്കാൻ ചെന്നപ്പോൾ, കൊച്ചുമോളെ വിളിക്കാൻ ചെന്നപ്പോൾ അമ്മയാണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞില്ല. അത് പരസ്യത്തിൽ മാത്രം നിന്റെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയില്ല എന്ന് പരസ്യവാചകം മാത്രമല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ജപ്പാനിലെ ആളുകൾ 100 വയസ്സ് വരെയും 105 വയസ്സ് വരെയും ഒക്കെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം അവർക്കൊരു സെൽഫ് ഡിറ്റർമിനേഷനും ഒരു സെൽഫ് പ്ലഡ്ജും ഉണ്ട്, അവിടം വരെ എത്തണം എന്ന് പറയുന്ന ഒരു സംഗതി. ഇത് നമ്മളെങ്ങനെയാ, ഒരു 50-60 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അപ്രോച്ച് മൊത്തം പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, പിന്നെ ഒരു സംഗതി ഇല്ലാതെ കഴിച്ച്, പിന്നെ ഷുഗറിൻ്റെ അസുഖം, ഹെൽത്ത് കോൺഷ്യസ്നെസ്സിൻ്റെ കാര്യത്തിൽ ഷുഗറിൻ്റെ അസുഖം അങ്ങനെ ആദ്യം വരുമ്പോൾ അയ്യോ എനിക്ക് ഷുഗർ വന്നേന്നും പറഞ്ഞൊരു ചിന്ത വരും. പിന്നെ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടും. പിന്നെ ആശുപത്രിയിൽ പോയി ഗുളിക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വല്ലപ്പോഴും ഒന്ന് പരിശോധിക്കും, ഒരു പ്രാവശ്യം ഒന്ന് പരിശോധിക്കും. പിന്നെ ഗുളിക തിന്നുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് കൈ കിട്ടുന്നതെല്ലാം അങ്ങ് തിന്നു. പിന്നെ ഇത് കുറേ നാൾ കഴിയുമ്പോഴാണ് കാലേ പെരുപ്പ് തുടങ്ങി കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് അത് അസുഖമായി, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, കിഡ്നി പോയി, ഇതൊന്നും റിക്കവർ ചെയ്യൂല. പക്ഷേ അതിനെയും എന്താ പറയുന്നത്, ലൈഫിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് ചലഞ്ചസ് പോലെ തന്നെ ഒരു ചലഞ്ചാണ് ഹാപ്പി ലിവിങ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു ചലഞ്ചാണ്, അതൊരു പ്രിഫറൻസാണ്, അതൊരു ചോയ്സാണ്. എനിക്കങ്ങനെ ജീവിക്കണം, എനിക്കങ്ങനെ പിന്നെ പ്ലസൻ്റായി ജീവിക്കണം, ഞാനങ്ങനെ എന്താ പറയുന്നത്, ഞാനിതെല്ലാം കൂടെ എടുത്തു പിടിച്ച്. ഇപ്പം ചില സ്ത്രീകളുടെ കാര്യം പറയുന്നില്ലേ, അവർ മക്കളെ ജീവിതകാലം മൊത്തം വളർത്തി, എന്നിട്ട് കെട്ടിച്ചു വിട്ടിട്ട് ആ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ അമ്മായിയമ്മയെ എല്ലാം പിന്നെ ഇവിടുന്ന് പോയി വളർത്തി, പിന്നെ മോക്ക് ആവശ്യമുള്ള സാധനം എല്ലാം കൊണ്ട് അങ്ങോട്ട് പോയി വളർത്തി, പിന്നെ അത് കഴിഞ്ഞ് കൊച്ചുമക്കളാകുമ്പോഴത്തേക്ക് കൊച്ചുമക്കളെ വളർത്തി. കൊച്ചുമക്കൾക്ക് മാർഗവും മറ്റേതും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പേ ചെയ്ത് ഒരു ആളിനെ നിർത്തി അവരുടെ മക്കളെ നോക്കണം. അമ്മയും കൂടെ സൂപ്പർവൈസ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് അമ്മയുടെ തലയിൽ ഇട്ടിട്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പണിയെടുക്കേണ്ടി വരുന്ന കുറെ അങ്ങനെ ചെയ്യരുതെന്ന്. അത് ഇപ്പോഴത്തെ കാലത്ത്, പുതിയ കാലത്തിന്റെ മക്കളോട് അമ്മമാര് പറഞ്ഞു കൊടുക്കണം, നിന്നെ വളർത്തി നിന്നെ റെഡിയാക്കാം, നിനക്ക് ജോലി വരെ നിന്നെ പഠിപ്പിക്കാം, നിനക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാം, നിന്റെ ലൈഫ് നീ ഡ്രൈവ് ചെയ്തോണം. ഞാൻ സപ്പോർട്ട് ചെയ്യാം, എൻ്റെ പ്രാർത്ഥനയുണ്ട്, ഞാനുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ ചെയ്യാം. അല്ലാതെ എന്നെ കണ്ടുകൊണ്ട് നീ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കണ്ട എന്ന്. ചില രക്ഷകർത്താക്കൾക്കൊക്കെ ഈ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ട്, ഈ കുഞ്ഞുങ്ങളെ ഒന്നും എടുത്തോണ്ട് നടക്കാൻ പോലുള്ള ഒരു ആവത് അവർക്ക്. പിന്നെ കുറെ ആളുകളെ ആണെങ്കിൽ
ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോകുമ്പോൾ ചില അമ്മമാര് ഉമ്മമാര് നമ്മുടെ അടുത്ത് ഇരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ വിചാരിക്കും മോനോ മരുമോളോ പേർഷ്യ കൊണ്ടുപോയതാണ്. കഥ പറയാം. തുടരും. നമുക്കൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, പറഞ്ഞോളൂ. അനിൽ സാറിനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി. പറയാമേ. ഈ പ്രായം വന്നു കഴിഞ്ഞാല് ഉടനെ ഡ്രസ് എല്ലാം വൃത്തികേടായിട്ടും ശരീരം വൃത്തികേടായിട്ടും അങ്ങനെ ഓരോരോ അങ്ങ് പുറമോട്ട ജീവിതം ചിലർക്കുണ്ട്. ആ ഒരിക്കലും ശരിയല്ല. നമുക്ക് ഒരു പക്ഷേ നമുക്ക് പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം കാണും. അത് നമ്മുടെ മനുഷ്യസ്വരമായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അതിനെല്ലാം തരണം ചെയ്യാൻ ഒരു ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആദ്യമേ നമുക്ക് തോന്നും അയ്യോ ഇങ്ങനെല്ലാം കഷ്ടപ്പാടും നെറികേടും വന്നുപോയി ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമെങ്കിലും പെട്ടെന്ന് നമ്മൾ അതിനെ തിരുത്തണം. മനസ്സിനെ സംരക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ 2-3 കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങളുടെ ജീവിതം നല്ലതായിട്ട് അതിനെ നല്ലതായിട്ട് വളർത്തി അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കണം. ആ കൂട്ടത്തിൽ തന്നെ നമ്മളും അവരുടെ കൂടെ തന്നെ ഒരു 3 കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ 4ാമത്തെ ഒരു കുഞ്ഞിന്റെ കൂട്ട് തന്നെ അവരുടെ കൂടെ സഹകരിച്ച് അവർക്ക് കൊടുക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെ നമ്മളും കഴിച്ച് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്കും കുട്ടികളൊക്കെ വാങ്ങിച്ച് ഈ 10 വയസ്സായി കഴിയുമ്പോൾ അമ്മമാര് അതെന്ന് പറഞ്ഞ് നടക്കുന്ന അവർക്കൊരു പ്രയാസമാണ്. കോളേജിലായാലും സ്കൂളിലായാലും ഒക്കെ പഠിക്കുമ്പോൾ സാധാരണ എന്റെ അമ്മ എന്ന് പറയുമ്പം നമ്മൾ ആ പിള്ളേരുടെ കൂടെ തന്നെ അതുപോലെ വൃത്തിയായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കൊരു പ്രയാസമാണ്. അവർക്ക് ഒരു വലിയൊരു പോരാളിയാണ് കൂട്ടുകാരുടെ ഇടയിൽ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല ഭംഗിയും വൃത്തിയായി നടക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ്. നമ്മൾ നന്നാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷവും ഒരു ധൈര്യവും. ഓക്കെ, ശരിയാണ്. നമ്മൾ അതിനകത്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആവുമ്പം 2 കാര്യം പറയാം, ഓർമ്മിപ്പിക്കണം. ഒന്ന്, ഈ വസ്ത്രത്തിന്റെ എനർജിയെ കുറിച്ച്. അപ്പൊ ഈ ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നവരുടെ ആ മോനിങ്ങനെ മോള് കൊണ്ടുപോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടെ സംസാരിക്കാൻ പറയും മോള് പ്രഗ്നന്റാ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചെറുതാ എന്ന് പറയുമ്പോൾ എന്താ, അപ്പൊ അവിടെ കൊണ്ടുപോയി ഒരായയുടെ കൂട്ടിപ്പോൾ ഒരായെ കിട്ടാൻ പാടാ. അപ്പൊ അവിടെ 10,000, 50,000 രൂപ. ഞാനിതൊന്നും ചെയ്യണ്ടെന്നല്ല പറയുന്നത്. ഇത് അവർക്ക് ഇഷ്ടമില്ലാതെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ പോകേണ്ടി വരുന്ന ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകരുത്. അങ്ങനെ ചെയ്യരുത്. അതങ്ങനെ ഞാൻ ഇച്ചോടൊന്ന് പരത്തി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല. അല്ലാതെ ഒരു ജോലി കിട്ടുന്ന സമയത്ത് നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇവരെ ഒന്ന് വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് അവർ 2 പേരോട് അങ്ങ് പോകും. അത് കഴിഞ്ഞ് ഇവരും പോവും. അങ്ങനെ പോവും, ഇങ്ങനെ പോവും. അതിൽ ചിലപ്പോൾ ഒറ്റയായി പോകുന്ന പേരൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഭർത്താവ് മരിച്ചുപോയി ഭാര്യ മാത്രമാകുമ്പോൾ പിന്നെ അമ്മ എൻ്റെ കൂടെ വന്നില്ല നിൽക്കുന്നത് സന്തോഷത്തിനാണെങ്കിലും ഓക്കെ. അതല്ലാതെ പിന്നെ ഇതെല്ലാം അവർക്ക് നമുക്ക് ഹാപ്പി ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതല്ലെങ്കിൽ പിന്നെ അത് ഈ പറഞ്ഞതുപോലെ ചില കുട്ടികളെയൊന്നും കുരുത്തക്കെട്ട പിള്ളേരെയൊന്നും നോക്കാൻ പറ്റില്ല. അവര് കിടന്ന് ഓടി കുഴയില്ലേ. അതെ, അവരുടെ അഡ്ഡക്കടാഹം ഇളകി പോകുന്ന അവസ്ഥയാണ്. ഒരുപാട് പേരെ നമ്മൾ നേർക്കുനേർ കാണുന്നത് കൊണ്ട് പറയുകയാണ് ഇതൊരു വാർദ്ധക്യം, ഇതൊരു പരീക്ഷണമാണ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഇപ്പൊ ഈ അമ്മ വിളിച്ചപ്പം ഓർത്ത ഒരു കാര്യമാണ്, ഈ വസ്ത്രത്തിനൊരു എനർജി ഉണ്ട്, വസ്ത്രത്തിനൊരു ഊർജ്ജമുണ്ട്. നമ്മളിപ്പോൾ പുതിയൊരു വസ്ത്രം എടുത്ത് നമ്മൾ ഇടുമ്പോഴേക്കും അത് നമുക്ക് തരുന്ന ഒരു സപ്ലിമെന്ററി ഊർജ്ജമുണ്ട്. തീർച്ചയായിട്ടും അത് ഉച്ചയാകുമ്പോഴത്തേക്ക് അല്ലെ വൈകിട്ടാകുമ്പോൾ ആ ഊർജ്ജം അങ്ങ് തീരും. ചിലരാണെങ്കിൽ അത് പിറ്റേന്നും രാവിലെ എടുത്തിടും. എന്താ ചിരിച്ച? അങ്ങനെയുള്ള ആരാണ്ടെ അറിയാവുന്ന നമുക്കൊരു പാസഞ്ചർ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അനിസാർ പറഞ്ഞു കേട്ടിട്ട് ചിരിച്ചതാ. സാദിക്ക് ചിരി വന്നു. സാദി ആരാണ്ട് പെട്ടെന്ന് അറിയാവുന്ന പോലെ ഒരു ചിരി. ഈ അങ്ങനെയുള്ള ഒരാളിനെ സാദിക്ക് അറിയാവുന്ന പോലെ. അതാ ഞാൻ ചോദിച്ചത് ആരാ. അമ്മയെ സാദിക്ക് അറിയാം. പറഞ്ഞോ അമ്മേ. ഞാനാണെങ്കിൽ 17 വയസ്സ് തൊട്ട് സാരി കൊടുക്കാൻ തുടങ്ങിയ ഒരാളാണ്. ഇന്നും എനിക്ക് സാരിയോടാണ് ഇഷ്ടം. വേറെ ചുരിദാർ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ഞാൻ ഇതുവരെ ധരിച്ചിട്ടില്ല. സാരി ഉടുക്കുന്നത് പോലുള്ള ഒരു വ്യത്യസ്ത വേറെ ഒരു ഡ്രസ്സിനും. പിന്നെ എല്ലാരും ഇപ്പൊ ജോലിക്കൊക്കെ പോയിട്ട് ചുരിദാർ എടുത്ത് വെച്ചിട്ട് സാരി ആകുമ്പോ ഞൊറിയണം, ഉടുക്കണം, കുത്തണം, അതൊക്കെ. എത്ര സമയം എടുക്കും ഒരു സാരി ഉടുക്കാൻ? സാരി ഉടുക്കാതെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ 1 അരമണിക്കൂറൊക്കെ എടുക്കില്ലേ? അരമണിക്കൂർ. അതെ.
അപ്പൊ സ്വാതി ഞെട്ടുന്നു. ഈ അരമണിക്കൂർ കൊണ്ട് സ്വാതി അടുത്ത സ്റ്റേഷൻ അതെ 5 സ്റ്റോപ്പും കഴിഞ്ഞ്. സത്യത്തിൽ ഈ വസ്ത്രമൊക്കെ ഒരു ഭാരമാണ് സ്വാതി. പിന്നല്ലാതെ. അതെ, സാരി നമ്മൾ സാരി ഉടുക്കുമ്പോ നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ സംസാരിച്ചാണ് നമ്മളെ ഒരു കുറച്ചൊരു വില കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതന്നെ. അതെ. അതുകൊണ്ട് ഞാൻ മലപ്പുറത്തുനിന്ന് ഇവിടെ ഈ കൊല്ലത്തുടിമ്പഴി നമുക്ക് പോകുമ്പോഴൊക്കെ അടുത്തിരിക്കുന്ന ഇപ്പം പല ചെറുക്കിന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മുടെ സംസാരത്തിലാണ് അതിപ്പോ നമ്മുടെ ബയോഡാറ്റയെന്ന് അവർക്ക് അറിയില്ല. അതെ 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 അതെ. എപ്പോഴും പെൺകുട്ടികൾക്ക് സാരി തന്നെയാണ് നല്ലത്. സാരി ഒരു ഐശ്വര്യമാണ് കേട്ടോ. സാരി ഐശ്വര്യം. പിന്നെ കളർ ഞാൻ ചെറിയ പിന്തുണ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ. പിന്നെ എനിക്കൊരു കൊച്ചുമോളുണ്ട്. എന്റെ മോളടുത്ത് ഞാൻ പറയും പിന്നെ മക്കള് അപ്സാരി കൊടുക്കണം. 15 വയസ്സുണ്ട് അവർക്ക്. അപ്സാരി കൊടുത്ത് നോക്കണം. എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോ മോൾ അപ്സാരി കൊടുത്തോണ്ട് പോകണം എന്നൊക്കെ പറയാറുണ്ട്. അത് കേൾക്കാറില്ല. ഓക്കെ, സന്തോഷം. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ചാടിത്തുള്ളി നടക്കുന്ന ഞാൻ സാരി ഇട്ടുകൊണ്ട് നടന്നു കൃത്യസമയത്ത് ഓണാട്ടുകാരെ. അല്ല അതല്ല, കൃത്യമല്ല. ഇത് ഇപ്പൊ നേരത്തെ ഈ പാസഞ്ചർ പറഞ്ഞതുപോലെ ഇത് ഉടുക്കുമ്പോ തന്നെ ഒരു അച്ചടക്കം വരും. പിന്നല്ലാതെ ക്ഷമയാണ് ഇതിന്. ചില വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ തന്നെ ഇപ്പം സ്വാതിയെപ്പോലൊരാള് നല്ല കരുത്തുള്ള പിന്നെ സാരി ഉടുത്താൽ, നല്ല പശയൊക്കെ മുക്കിയ സാരി ഉടുത്താൽ കുറച്ചുകൂടെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ഒരു മര്യാദ വരും. പിന്നെ ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചോ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ നമ്മുടെ ഈ പോണാട്ടുകാർ പാസഞ്ചർ തുടങ്ങിയ ശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം, ആകെ വസ്ത്രം ഉടുത്ത് ജീവിക്കുന്നത് 90% പേരും സ്ത്രീകളാണ്. പുരുഷന്മാർ ആകെ ഒരു ശാരീരിക മാത്രമേ ഉള്ളൂ ഈ വസ്ത്രം ഉടുത്ത് ജീവിക്കുന്നത്. അവരാരും ഒന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ എല്ലാരും പറയട്ടെ. വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോൾ ഡ്രോപ്പ് ആയി പോയി കേട്ടോ. അപ്പൊ വിളിക്കുന്നവര് ഈ സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ പരമാവധി വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പരസ്യം വരുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും കോൾസ് കൂടുതലും വരുന്നത്. ലൈവ് പ്രോഗ്രാമുകളാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. എന്റെ ഒരു പരാതി തീർന്നു. പരാതി മാറ്റാനും കൂടി വിളിച്ചത്. വസ്ത്രങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം കരുതുന്ന ഒരാളാണ് ഞാൻ. പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എന്ന് എണീറ്റ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഡ്രസ്സൊക്കെ നല്ലോണം തേച്ച് ഇൻഷർട്ടൊക്കെ ചെയ്ത് പോകുമ്പോൾ എനിക്ക് സമൂഹത്തിന്റെ മുന്നിൽ നല്ലൊരു വില കിട്ടുന്നുണ്ട്. സർക്കാർ ജോലിയാണോ? അല്ലല്ല, സർക്കാർ ജോലിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. എന്താന്ന് വെച്ചാൽ ഈ സർക്കാർ ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പാന്റ് ഉടുപ്പ് എങ്ങോട്ടെങ്കിലും ഒക്കെ ഇട്ട് ചിലതിന്റെ ബെൽറ്റ് വടക്കോട്ട് വിട്ടു. അതാണ് ഞാൻ പറയാൻ വന്നത്. സർക്കാർ ജോലിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ അന്നമ്മ ടീച്ചർ 75,000 രൂപ ശമ്പളം മേടിക്കുന്ന ആള് ഏതെങ്കിലും ഒരു ലോക്കൽ സാരി കൊടുത്ത് വരും. പക്ഷെ അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു. അന്നത്തെ അന്നമ്മ സാറിനെയൊക്കെ നമുക്ക് അങ്ങ് വിടാം. ഇപ്പോഴും അന്നമ്മ സാറായി ജീവിക്കുന്നവരെ കുറിച്ച് നമ്മൾ ഈ പറയുന്നത്. അതെ അതെ, ഇപ്പോഴും സർക്കാർ സ്കൂളുകൾ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും. പക്ഷെ പുതിയ കാലത്തെ ടീച്ചർമാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയാവും. സാറിന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടു. സാറിന്റെ സ്റ്റാറ്റസ് ഞങ്ങൾക്കും ടീച്ചർമാരുണ്ടായിരുന്നു. പഴയ ടീച്ചർ 15,000 രൂപ സാലറി മേടിക്കുന്ന ഇപ്പോഴത്തെ ടീച്ചർമാരൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഒരുങ്ങി വരുന്നത്. അതെ അതെ അതെ, അവരുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ. ഞാൻ തന്നെ നോർമലി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്റെ വൈഫ് എപ്പോഴും പറയായിരുന്നു, നിങ്ങളെ വിടാൻ പറ്റില്ല. കാര്യം നിങ്ങൾ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് അവിയലും പോകണം. അവിയലും പോലെ ആയിരിക്കും എന്റെ വൈഫ് പറയും. കാര്യം വേറെ അതല്ല, ഞാൻ മഞ്ഞപ്പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് ഉടുപ്പായിരിക്കും എടുക്കുന്നത്. അതാണ് അങ്ങനെയുള്ള കല്യാണത്തിന് ശേഷമാണ് എനിക്ക് കുറച്ചൊരു കാര്യം അല്ലെങ്കിൽ പറഞ്ഞു തരും നമുക്ക് പോകാൻ നേരത്ത്. ചിലപ്പോൾ നമ്മളിപ്പോ അലമാരിക്കകത്ത് കുറെ സാധനം അടിച്ചു വെക്കുന്നു, പോയിട്ട് ഡ്രസ്സ് എടുത്ത് ചെയ്താൽ നോക്കുന്നു. ഉടുപ്പെടുക്കുമ്പോൾ ഞാനിപ്പോ പയ്യെ വൈഫിന്റെ മുഖത്തോട്ട് നോക്കും. അപ്പോൾ അവള് പറയാം അതാ ഇടേണ്ടത്, അതിന് ചേരുന്ന അതാണ്. പക്ഷെ നമ്മുടെ കല്യാണത്തിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. കാര്യം പറഞ്ഞാൽ കിട്ടുന്നത് എന്താണോ നമ്മളത് നല്ല ചുവപ്പ് അല്ല. അന്ന് കല്യാണത്തിന് മുമ്പ് നമ്മളെ കുറ്റം പറഞ്ഞാലും ഒക്കത്തില്ല. നമ്മുടെ ജേനൊക്കെ ചുവപ്പ് ഉടുപ്പും വെള്ള കോളറും ഒക്കെ ഇട്ടോണ്ടല്ലേ നിക്കുന്നത്. ആണ് ചുവപ്പ്. അല്ല, അത് പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ ആഗ്രഹിച്ച് പോയിട്ട് കടനാട്ടിൽ നിന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നൊരു നല്ല തുണി മേടിച്ച് അത് കൊണ്ടുവന്നിട്ട് തയ്പ്പിച്ചു ബെൽബോട്ടോ ഒക്കെ അടിച്ചു തന്നെ ഒരു ദിവസം ഇടാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കലൊക്കെ കാരണം നമുക്ക് പിന്നെ ഇടാൻ പറ്റില്ല. അതെ 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 അതെ. ഓക്കെ, ഡ്രസ് കോഡ് ഏറ്റവും പ്രധാനമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ജെയിന്റെ മോഡൽ ഷർട്ടും പാന്റും ഒക്കെ ഇട്ടുണ്ട് നടന്ന അന്നത്തെ ചുള്ളന്മാരാണ്. അവരെ കുറ്റം പറഞ്ഞില്ല, അവര് അന്നത്തെ ചുള്ളന്മാരാണ്. അവരന്നത്തെ അവരുടെ ജീവിതം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ജെയിന്റെ പോലെ ഞാൻ വന്ന കാലത്തൊന്നും അതില്ലല്ലോ. ജസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്? അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മളെന്തിനാ നമ്മളെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് നമ്മളെ വൃത്തിയേടാക്കുന്നത്?
അപ്പൊ ഈ ട്രെൻഡിനൊപ്പം മാറണം, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്. ട്രെൻഡൊക്കെ ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാ. കുറെയൊക്കെ നമ്മൾ അതിനനുസരിച്ച് മാറുന്നുണ്ട്. അങ്ങനെ മാറത്തില്ലെന്ന് വാശിയൊന്നും പിടിക്കണ്ട. നമ്മളിതിനകത്തൊരു കാര്യമുണ്ട് സ്വാതി, അതായത് നമ്മളിതിനകത്തുള്ള ഒരു കാര്യമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മള് പിന്നെ ഈ ഓരോ കാലത്തോട് ചെയ്യുമ്പം ആ കാലത്തിനോടനുസരിച്ച് നമ്മൾ സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നൂൽമീശക്കാരായിരുന്നു അന്നത്തെ ഭയങ്കര സുന്ദരന്മാര്, മീശയില്ലാത്തവർ. ഇപ്പൊ ആ മീശ എങ്ങും കാണാനില്ല. അത് വെട്ടുന്ന ആളുകളും മരിച്ചുപോയി. ഇപ്പൊ നൂല് പോലൊരെണ്ണം വെച്ച് തരണമെന്ന് പറഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പരത്തി വെക്കുന്നവരാ, നമ്മൾ ഈ അരിപ്പത്തിരിയൊക്കെ പരത്തുന്ന പോലെ. പിന്നെ ഇപ്പോഴത്തെ ഒട്ടുമിക്ക ആൺകുട്ടികൾക്കും ദീക്ഷയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പം ഇങ്ങനെ ഈ കല്യാണത്തിന്റെ അന്ന് വരെയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് പിന്നെ കൊണ്ടുപോയി ഡ്രിം ചെയ്ത് നമ്മുടെ മുറ്റത്തെ പുല്ലൊക്കെ ചെത്തുന്ന പോലെ നല്ല ഭംഗിയാക്കി ചെത്തി സുന്ദരക്കുട്ടപ്പന്മാരാ. അപ്പൊ കാലത്തിന്റെ ഒരു ട്രെൻഡ് ഉണ്ട്. അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോ പഴയ കാലമാണ് നല്ലത്, പുതിയ കാലമാണ് പിന്നെ നല്ലത് എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാലമെല്ലാം ഓരോ കാലത്തിനും അതിൻ്റെതായ ഗുണവും ദോഷവും മെച്ചവും നഷ്ടവും പാഠങ്ങളും അനുഭവങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ സർക്കാർ ജീവനക്കാരുടെ ഒരു കാര്യം പ്രത്യേകിച്ചൊന്ന് എടുത്തു പറയേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സാറന്മാരെ, മാഡന്മാരെ, നമ്മൾ സർക്കാർ ജോലിക്കാരാവുന്നത് കൊണ്ട് നമ്മളങ്ങ് മരിച്ചിട്ട് ഒരു സർക്കാർ ഉപകരണമായി നമ്മൾ മാറേണ്ട ഒരു കാര്യമില്ല. നല്ല ഉടുപ്പും പാൻറ്റും നല്ല വസ്ത്രവും എല്ലാം നല്ലപോലെ കുട്ടപ്പന്മാരായി വാങ്ങിച്ചൊരുങ്ങി വേണം ജീവിക്കാൻ. ഇപ്പോഴും ഒരു പാൻറ്റിൻ്റെ തുണി എടുത്തുകൊണ്ട് നിന്ന് ഒരു തയ്യക്കടയെ തയ്പ്പിച്ച് ഒറോട്ടിപ്പലക പോലെ കൊരണ്ടി പോലെ ആക്കി തെക്കോട്ട് ബെൽറ്റും വടക്കോട്ട് പാൻറ്റും പിന്നെ എഴുന്നേറ്റ് കിടക്കാൻ വയ്യാത്തൊരു ഉടുപ്പും ഈ കാണാൻ വരുന്നവൻ തന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പണ്ടങ്ങാണ്ട് സ്ഥാപിച്ച ഒരു പ്രതിമയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന പോലെ അവൻ്റെ ഒരു ഊർജ്ജം കളയേണ്ട കാര്യമില്ല. നല്ല പ്ലസൻ്റ് ആയിട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല ലവ്ലി ആയിട്ട്, നല്ല ഗ്ലാമറസ് ആയിട്ട് നന്നായി നമ്മൾ പ്രസന്റ് ചെയ്യണം. നമ്മൾ പ്രസന്റ് ചെയ്യണമെന്നൊക്കെ സാർ പറയുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എനിക്ക് ബാക്കി സംസാരിക്കണം. എനിക്ക് ഒരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, പറഞ്ഞോളൂ. രണ്ടുപേരും കൂടെ രാവിലെ കത്തി വെക്കുവാണല്ലോ. പറയൂ. പിന്നെ അല്ല, രാവിലെ കൊള്ളാം. വിഷയം കൊള്ളാം. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ തനിമ അറിയണമെങ്കിൽ സാരി ഉടുത്ത് മുണ്ടും ഷർട്ടും ആണുങ്ങള് ഇതൊക്കെ ഉടുത്തോണ്ട് നടന്നാലേ ഒരു കേരളത്തിന്റെ തനിമ കിട്ടും. അല്ലാതെ ഇപ്പോഴത്തെ കൂട്ട് കുറെ മുടിയും മടത്തി, പാന്റ് എത്താത്ത കുറെ പാന്റും കീറിയ പാന്റും, പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ പറയണ്ട. പക്ഷെ അതിനൊരു പരിഹാരം, ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഏതെങ്കിലും നല്ലൊരു കണ്ണാശുപത്രി പോയി നമ്മുടെ കണ്ണൂടൊന്ന് മാറ്റി വെക്കണം. എന്താ പറയാ, നമ്മൾ 1965 കണ്ണുമായിട്ടാണ് ഇതിനെ നോക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തിന്റെ നമ്മളെ എല്ലാ കാലത്തും കാലങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഒരു മാസം എത്ര പ്രാവശ്യം ഷവർമ തിന്നിട്ടുണ്ടാവും അമ്മ, അല്ലെങ്കിൽ ഷവായി തിന്നിട്ടുണ്ട്? ഷവായും കഴിച്ചിട്ടില്ല. ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നമ്മളൊരു 25 കൊല്ലോ 50 കൊല്ലോ മുമ്പ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിത് കഴിക്കുന്നില്ലേ ഇപ്പം? അസുഖങ്ങളുള്ളതുകൊണ്ടാ അല്ലേ ഇപ്പൊ നമ്മള് വിടുവോ? അസുഖങ്ങളില്ല, നമുക്ക് നല്ല കുട്ടപ്പനായിരുന്നെങ്കിൽ നമ്മള് ഒരെണ്ണം വിടുവോ? അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോ ഈ കുട്ടികളുടെയൊക്കെ നമുക്കും തോന്നും ഇവന്മാരെന്തുവായി ഇടുന്നത്, ഇങ്ങനെയാണോ, ഇത് കൊള്ളാവോ എന്നൊക്കെ. മനസ്സിലായോ? പക്ഷെ നമ്മളെ ഒരു പുനർജനിച്ച് ഒരു 13 വയസ്സുള്ള ഒരു കൊച്ചായിട്ടായിരുന്നു ഇപ്പൊ അമ്മ പുനർജനിക്കുന്നതെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ ഡ്രസ്സ് ഇട്ട് കളഞ്ഞു. സന്തോഷം സന്തോഷം സന്തോഷം. വളരെ ഹാപ്പി ആയിട്ട് മനുഷ്യർ ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അല്ല അങ്ങനെയല്ല, ഓളമൊന്നുമില്ല. അത് ചിരിക്കണം. ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ എവിടെ നമ്മളെ വീടുകളിൽ നിന്ന് ചിരിക്കണം. ഇപ്പൊ കുറെ പേര് എന്റെ ഒരു ചിന്ത പറയാം, നമ്മൾ ഇതുപോലെ ഇങ്ങനെ പറയുമ്പോൾ വിളിക്കാത്ത കുറെ പേര് ഓരോരുത്തരുന്ന് ചിരിക്കുന്നുണ്ട് കസേരയിൽ ഇതൊക്കെ വെച്ചോണ്ട്. അവര് വിളിക്കുന്നില്ലെന്നുള്ളത് മനസ്സിലായി. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. കഥ പറഞ്ഞു. അതായത് ഇത് കഥയ്ക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കഥയായിരിക്കും. ഒരു ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ്. എന്റെ കഥ കേട്ടിട്ടുണ്ട്. അല്ല, കോളം എടുത്തിട്ടങ്ങ് കഥയില് ആളുകൾ. നോക്കൊരു ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. പറഞ്ഞോ. ഞാൻ ആന്ധ്രാട്ട് സുരേന്ദ്രനാ. സുരേന്ദ്ര പറ. സാറേ, ഈ ഡ്രസ് ധാരണത്തെ കുറിച്ച് എന്നൊരു വിഷയം
അപ്പൊ നമുക്ക് അവരവർക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ഡ്രസ്സ് തിരഞ്ഞെടുക്കും. പിന്നെ ഓവർ കളറൊന്നും നമുക്ക് ഇഷ്ടമല്ല, ലൈറ്റ് കളർ ഇഷ്ടം. ഞാനാണെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എല്ലാം സെലക്ട് ചെയ്യുന്നത്, എല്ലാവർക്കും കുറച്ച് ഇറങ്ങുന്ന ഒരു ലൈറ്റ് കളർ. ഓവർ കളറിനോട് വലിയ താല്പര്യമില്ല. അല്ല, ഈ ലൈറ്റ് കളർ സുരേന്ദ്രനെ സെലക്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുവോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഞാനിപ്പോ എല്ലാരുമായിട്ടും പോയി, അപ്പൊ അവര് പറയും പപ്പ സെലക്ട് ചെയ്താൽ മതി എന്ന് പറയും. അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്റെ ഫാദർ അപ്പനാ ജീവിച്ചിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആഗ്രഹമൊന്നും പറയാനൊക്കത്തില്ല. അദ്ദേഹം ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറൊക്കെ എടുത്തു. അത് നമ്മള് പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. പൊരുത്തപ്പെട്ടു പോകണം, ഇല്ലെങ്കിൽ അങ്ങ് കൈതയുടെ പുറത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും. പിന്നെ അന്ന് അടിച്ചു കൊന്നുകളയും. പരാതിയൊന്നും പറ്റത്തില്ല. ഇല്ല. അല്ലേട്ടാ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പട്ടിണിയായാലും ദാരിദ്ര്യമായാലും എപ്പോഴും നമ്മൾ നല്ല ഒരുങ്ങി നമ്മൾ സന്തോഷത്തോടെ നടക്കണം. മറ്റൊരാള് കാണുമ്പോ നമ്മൾ അവർക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യരുത് എന്നുള്ള ഒരു ആഗ്രഹം. ഞാന് തൽമുടിയൊക്കെ ഡൈ ചെയ്ത് മീശയൊക്കെ ഡൈ ചെയ്ത് 2 കുറിയൊക്കെ ഇട്ട് എല്ലാം സമൂഹണിയാണ്. എന്നാലും അത് പറഞ്ഞപ്പോ തന്നെ ഒരു എനർജി എനിക്ക് കേട്ടപ്പോ എനിക്ക് എനർജി തോന്നി. സത്യം, ഞാൻ വളരെ സന്തോഷമായിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അന്ന് പനി പിടിച്ച് സുഖം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എന്ന് പറഞ്ഞാൽ കുളിച്ചൊരുങ്ങി 2 കുറിയൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് പോകുന്നുണ്ട്. അതെ, അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സന്തോഷം വിളിച്ചത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പിന്നെ നമ്മൾ ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്, അവര് കുട്ടികളായിട്ട് അയച്ചാൽ അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തെ പറയും, എന്റെ പ്രാരാബ്ദം എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ അങ്ങോട്ടൊക്കെ പോവാന്ന്. അത് തെറ്റാണെന്നാണ് ഞാൻ എനിക്കിപ്പോഴും നല്ല യൗവനം എന്നാണ് ഞാൻ 100%. ഈ വാക്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ സൗദി അറേബ്യ ഒരു 17 വർഷം ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ ഈ റോഡ് സൈഡിൽ ബസ് വണ്ടി കാലത്ത് നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഈ ഓവർ സ്പീഡാണ് ഇവർക്ക്. വന്നിട്ട് ഈ വാഹനം റിവൈഡറിലേക്ക് ഇടിച്ചിട്ട് ഒരു 4-5 കഷ്ണങ്ങൾ വട്ടം മറിഞ്ഞ് ഉരുണ്ട് ഇതിന്റെ ഗ്ലാസ് ഫ്രണ്ടിലേക്ക് ഇളകി പോയി. ഇച്ചിരി നേരം കഴിഞ്ഞ് നമ്മളിങ്ങനെ തരിച്ച് നെഞ്ചെടുപ്പോടെ നോക്കി വയ്ക്കുമ്പം ഇവരില് എലിക്കുഞ്ഞി ഇറങ്ങി വരുന്ന പോലെ അതിനകത്തൂടെ ഇറങ്ങി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് അതാണ്. അത് കറക്റ്റ് ആണ്. മരണത്തെ ഭയമില്ല ചേട്ടാ, അതാണ് കോൺഫിഡൻസ് ആണ്. അതിപ്പോ ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ടങ്ങ് പോവാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ചായ കുടിക്കാനൊക്കെ പോകുമ്പോഴേ, നമ്മളിപ്പോ ഈ ചായക്കടയിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ, ഈ രാവിലെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നല്ല കുളിച്ച് നെഞ്ചത്ത് കുറി തൊട്ട് നെറ്റിയിൽ കുറി തൊട്ട് നല്ല എനർജിയോടെ നിൽക്കുന്ന ചായ ഒഴിക്കുന്നവർ. ചിലയിടത്ത് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒരു 5-6 ദിവസമായ ബോണ്ടയുടെ കൂട്ടിരിക്കുന്ന കുറച്ച് ചായ ഒഴിക്കുന്നവരുണ്ട്. കണ്ടാ നമുക്ക് ചായ കുടിക്കാൻ തോന്നത്തില്ല. പുള്ളിയും കുളിച്ചിട്ടില്ല, പിന്നെ പല്ലും തേച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആരാണ്ട് പിടിച്ചോണ്ട് നിർത്തി ചായ ഒഴിക്കുന്ന പോലെ. നമുക്കൊരു പാസഞ്ചർ വെയിറ്റ് അല്ല, ഞാൻ പറഞ്ഞത് ഒരു പാസഞ്ചർ വെയിറ്റ് ചെയ്തത്. ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം. ഒരു ഇപ്പൊ കാണുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ പണ്ട് ദാരിദ്ര്യം കൊണ്ട് ഈ കീറിയ വസ്ത്രങ്ങൾ മറച്ചു പിടിക്കാനൊക്കെ നമ്മുടെ ശ്രമം നടത്തി. പക്ഷെ ഇപ്പൊ ആഡംബരത്തിന്റെ ഭാഗമായിട്ട് കീറി കിട്ടുന്നതൊന്നും നടക്കാനില്ല. പണ്ട് നമുക്ക് അത് മറച്ചു പിടിക്കാൻ ഭയങ്കര പാടുപെട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് കീറിയത് അല്ലെങ്കിൽ ആ കീറ്റൻ ആരെയും കാണിക്കാതിരിക്കാൻ. ഇപ്പം ഏറ്റവും വില കൂടിയത് നോക്കി കീറ്റനുള്ളത് നോക്കി ആൾക്കാരുടെ മുന്നിൽ തോന്നിപ്പിച്ച് നടക്കുന്നതിനൊരു മടിയില്ലാത്ത രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഏത് വസ്ത്രമാണെങ്കിലും മാന്യമായി ധരിക്കുന്നതാണ് എല്ലാവർക്കും പഴയത്. പല വസ്ത്രങ്ങളും മാന്യമായി ധരിക്കാവുന്ന പല വസ്ത്രങ്ങൾ വളരെ മോശമായി ധരിച്ചു നടക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു കടവ് സാധിച്ചിരിക്കും. എന്താ നമ്മൾ പറഞ്ഞു വന്നേ? നമ്മൾ പറഞ്ഞു വന്ന വസ്ത്രം. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നേട്ടാ. അപ്പൊ നന്നായിട്ട് ഒരുങ്ങുന്നു, നല്ലതായിട്ട് പേഴ്സണാലിറ്റി, സന്തോഷം. ഇതിൽ ഒരു കാര്യം കൂടി ഇതിലൂടെ പറയുമ്പോൾ ഒത്തിരി ആളുകൾക്ക് ഇത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയാൻ പറ്റുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ഈ ആണുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ശരീരമൊക്കെ കാണിച്ച് ഉടുപ്പില്ലാതൊക്കെ മുണ്ടുമൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ ഇപ്പം എന്താ പറയുക, ചെണ്ടയടിക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾക്കൊക്കെ പോകുന്ന പലതരത്തിലുള്ള ആളുകൾ. ചെണ്ടയടിക്കാൻ പോകുന്നവരെ മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്, പലതരത്തിലുള്ള ആളുകൾ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുക, നമ്മളിപ്പോൾ ഈ വൃത്തിയായി നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ എന്താ പറയുന്നത്, ഇപ്പം കക്ഷത്തെ രോമം,
ഇതൊക്കെ വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തിൻ്റെയും ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെയും ഒരു സംഗതിയാണ്. തീർച്ചയായും. ചിലരാണെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് ഇന്ന് വരെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ചില ആളുണ്ട്. ഞാനിത് ഇതിലൂടെ പറയുന്നത് ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാനാണ്. അത് കാണുമ്പോൾ എന്തൊരു ഇറിറ്റേഷനാണെന്നറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു പ്രായത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം പേഴ്സണൽ ഹൈജീൻ, നമുക്ക് മാത്രമുള്ള പ്രൈവറ്റ് പാർട്സ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സാധാരണ ശരീരത്തിനൊക്കെ രോഗം വരുന്ന എല്ലാ അസുഖങ്ങളും ഒക്കെ നമുക്ക് വരാറുണ്ട്. പക്ഷേ 2 രോഗങ്ങൾ, ഒന്ന് പല്ല്, 2 സ്കിൻ ഡിസീസ്, ഇതിലൊരു 90% അൺഹൈജീനിക് പ്രാക്ടീസിലൂടെ ഉണ്ടാകുന്നതാണ്. രാവിലെയും വൈകിട്ടും എല്ലാ കേരളീയരും പല്ല് തേക്കാൻ തുടങ്ങിയാൽ ഈ BDS എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ് തന്നെ പ്രതിസന്ധിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു കെയർലെസ് ആകുന്നുണ്ട്. അതുപോലെയാണ് സ്കിൻ ഡിസീസ്. നമ്മളെവിടെങ്കിലും പോയിട്ട് വന്നാൽ രാത്രി കുളിക്കുക, സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ വന്നാൽ ഉടനെ ഡ്രസ്സ് മാറി കുളിക്കുക, ഒരിക്കലിടുന്ന വസ്ത്രം റിപ്പീറ്റ് ചെയ്ത് ഇടാതിരിക്കുക, പിന്നെ ശരീരത്തെ വൃത്തിയാക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ 2 ഡ്രസ്സുണ്ടല്ലോ, ദൈവം നമുക്ക് ജനറലി തന്നേക്കുന്ന ഒരു ഡ്രസ്സുണ്ട്, നമ്മൾ വാങ്ങിച്ചിടാത്ത ഡ്രസ്സ്. നമ്മുടെ ശരീരത്തിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്രസ്സാണ്. അതും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഇടുന്ന സംഗതി മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി സ്വാതിക്ക് കഥ പറയാം. കഥയിലേക്ക് വരാം. ഓക്കെ സാറ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. നമ്മുടെ വ്യക്തി ശുചിത്വം വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ വസ്ത്രത്തിലേക്ക് വരുന്ന ഒരു സമയത്ത് വസ്ത്രം നമുക്കൊരു ആത്മവിശ്വാസമാണ്. പക്ഷെ വസ്ത്രം നന്നായിട്ട് ഒരുങ്ങി വരുന്ന ഒരാളുടെ കഥയിലേക്ക് വരാം. എന്തായാലും ഞാനും പല്ലാട്ടിന്റെ പാത പിന്തുടരുന്ന എനിക്ക് പിന്നെ 2-3 ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരാളുടെ വസ്ത്രം കൊണ്ട് ഒരാളുടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലേട്ടാ. നന്നായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളുടെ മനസ്സും സ്വഭാവം എങ്ങനെ അല്ലേട്ടന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞത് പേഴ്സണാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതല്ല. ഒരാൾ നന്നായി വസ്ത്രം ധരിച്ച് നന്നായി ഒരുങ്ങി നടന്നാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ്, അയാളെ ഭംഗിയായി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അയാളെ മറ്റൊരാളിന്റെ മുന്നിൽ ഭംഗിയായി പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അതിനകത്ത് അതെങ്ങനെയാ പറ്റുന്നത്? അതുകൊണ്ട് പറ്റൂലല്ലോ. അത് പിന്നീടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷേ പ്രാഥമികമായി അങ്ങനെ അല്ലാതെ വരുന്ന ഒരാളിനെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ ഒരു അലസനും അഴുക്കനും ഒക്കെയാണെന്ന് കൂടി അല്ലാതെ വരുന്ന ഒരാളിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതൊരു പ്രാഥമികമായ സംഗതിയാണ്. അഴുക്കൻ എന്ന് പറഞ്ഞാൽ അയാളെ കുറിച്ചൊരു കോൺഷ്യസ്നെസ് ഇല്ല, അയാളെക്കുറിച്ചൊരു ഡ്രസ് സെൻസ് ഇല്ല, അയാളെക്കുറിച്ച് അങ്ങനെ കരുതുന്നുള്ളൂ. ഇപ്പൊ ഏതോ പറഞ്ഞൊരു പാസഞ്ചർ പറഞ്ഞില്ലേ, കല്യാണത്തിന് മുമ്പ് ഞാൻ അല്ലാതെ ഏത് കളറും അങ്ങ് എടുക്കുമായിരുന്നു, പക്ഷെ പിന്നെ ഭാര്യ എന്നെ ഇങ്ങനെ അങ്ങനെ കോൺട്രാസ്റ്റുകൾ പഠിപ്പിച്ചു എന്നൊക്കെ പറയൂലേ. അപ്പൊ അതാണ് ഞാൻ അതിൽ പറഞ്ഞത്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അല്ലേട്ടന് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള 2 കളർ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കറുപ്പും വെളുപ്പുമാണ്. അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കളർ എന്ന് പറയുന്നത് വസ്ത്രമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കളർ. അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം എല്ലാ കളറും അങ്ങനെയല്ലല്ലോ. നമുക്കിപ്പോ എല്ലാ കളറും അങ്ങനെ ഇഷ്ടപ്പെട്ടിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്കില്ലൊരു കളർ. തത്തമ്മ പച്ചയും മഞ്ഞമ്മ പച്ചയും കാക്കപ്പച്ചയും എല്ലാം ഇടും. വാങ്ങിച്ചു തന്നു നോക്ക്, അപ്പം കാണാമല്ലോ. ഒരു തത്തമ്മ പച്ച സ്ക്രീനിലാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതിന് പോലെ ഇപ്പൊ നീല സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. ഇനി പച്ച ഇടും. ഓക്കെ, തത്തമ്മ പച്ച അല്ലെങ്കിൽ ഒരു മജന്ത, ഇങ്ങനെയൊക്കെയുള്ള കളറ്. മജന്തയും പിങ്കും ഭയങ്കര ബഹുമാനവും. ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കളർ ഷർട്ട് ഒരെണ്ണം സ്വാതി ഓണത്തിന് എനിക്ക് എടുത്ത, ഞാനത് ഇട്ട് തരാം. ഉറപ്പായിട്ട് ശരിക്കും. അപ്പോ കട്ട് ചെയ്യാനോ ശരത്തിങ്ങനെ ഓക്കെ. അപ്പൊ എന്തായാലും കഥ വാർത്തയൊന്നുമില്ല, നമുക്ക് സംസാരിക്കാമല്ലേ. ഞാൻ സംസാരിച്ചിട്ട് നിർത്തുന്നു. ഓക്കെ, തീർച്ചയായിട്ടും കഥയിലേക്ക് പോകാം. ഞാൻ എപ്പോഴും പറയുന്നത് വ്യക്തി ശുചിത്വം ആവശ്യമാണ്, പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരവർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുകയാണ്. മറ്റുള്ളവരുടെ കണ്ണിന് ആനന്ദം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ വസ്ത്രം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100% അല്ല. പക്ഷേ നമ്മളിതെല്ലാം ഇട്ടുകൊണ്ട് നടക്കുമ്പോഴും
ഒരു 99 പേരും ഇപ്പൊ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ഇടയ്ക്ക്, നീ എന്താടി ഒരു മരണ വൃത്തിക്കും വീട്ടിലും എനിക്കും കല്യാണ വീട്ടിലും ഒരുപോലെ അങ്ങനെയല്ല, നീ എന്താടി ഒരു വൃത്തിക്കും എനിക്കും പോകാത്തെന്ന് സ്വന്തം അമ്മ ചോദിക്കുമ്പോൾ നമുക്ക് ചില നമുക്ക് ചില സാധനങ്ങൾ അവര് നോക്കുന്ന വൃത്തി അങ്ങനെയല്ല, നമുക്ക് ചില സാധനങ്ങൾ, ചില കമന്റ്സ് നമ്മുടെ ഇൻട്രോസ്പെക്ഷന്റെ ആവശ്യമാണ്, നമ്മളെ സ്വയം ഒന്ന് വിലയിരുത്തുന്നതിന്. ഇപ്പൊ നമ്മൾ പരീക്ഷ എഴുതുന്നു, ഞാൻ ഇഷ്ടമുള്ളതേ എഴുതത്തുള്ളത്, എന്റെ സ്വാതന്ത്ര്യമാണ്, ഞാനങ്ങനെ സാറ് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരം എഴുതത്തില്ല എന്നൊരു വിദ്യാർത്ഥി തീരുമാനിച്ചാൽ അവൻ തോറ്റുപോകും. അവൻ ഒരു പ്രാവശ്യം എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തോറ്റു കഴിഞ്ഞ് പിന്നെ അവന് ജയിക്കണമെങ്കിൽ അവൻ ഈ സൊസൈറ്റിയിലെ ചില ഫീഡ്ബാക്ക് എനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തണം. ചുറ്റുപാടുകളെയും കാലത്തെയും ആകെ നിഷേധിക്കുന്നത് കൊണ്ട് ഒരർത്ഥമില്ല. സാർ, ഓരോരുത്തര് ജനിച്ച ആ ഒരു നേച്ചറിലായിരിക്കും. അല്ല, ആ നേച്ചർ ഒരിക്കലും ഒരു സാരി ഇട്ട് നടക്കുന്ന ഒരു രീതി ചിന്തിക്കാനേ പറ്റില്ല. അല്ല, ചിന്തിക്കാനേ പറ്റത്തില്ല. അത് നമ്മുടെ ശരീരത്തിന് ഇണങ്ങത്തില്ല, നമുക്ക് പറ്റൂല്ലെങ്കിൽ നമ്മൾ വേണ്ട. പക്ഷേ നമ്മുടെ അടുത്ത ഒരാള് നീ സാരി ഉടുത്താൽ നല്ലതാണെന്നൊരു 10 പേര് പറയുമ്പോൾ, 100 പേര് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസം നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവര് പറഞ്ഞത് ശരിയാണോ, എനിക്ക് അങ്ങനെ കൊള്ളാമായിരിക്കും. അവരുടെ ഒരു സങ്കല്പം അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണ്ട. ഇപ്പൊ ചിലര് നമ്മൾ പറയത്തില്ലേ, സൗണ്ട് കേട്ട് ആ സൗണ്ടിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു, പുറത്ത് കാണിക്കാൻ കൊള്ളാത്തതാണെങ്കിൽ നമ്മളെ ഒരു കാരണവശാലും കാണിക്കരുത്, കട്ടിന്റെ അടിയിൽ തന്നെ എന്ന് പറയുന്നത് പോലെ. ഇപ്പോ ഒരുങ്ങണം, ഭയങ്കര ഈ മുല്ലപ്പൂ ഒക്കെ വെച്ച് നടക്കുന്ന പെൺകുട്ടികളുണ്ട്. എന്റെ അടുത്തത് കുഞ്ഞുനാൾ തൊട്ടേ മുല്ലപ്പൂ ഇടൂ, വലിയ കമ്മലിട്, ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അങ്ങനെ കുറെ ആളുകൾ അങ്ങനെയും വേണം. അങ്ങനെ എല്ലാവരും കൂടെ വെക്കാനുള്ള മുല്ലപ്പൂ എന്തേ? ഈ പ്രകൃതിയിൽ അങ്ങനെ പോലും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരും കൂടെ സാരി ഉടുത്താൻ വേണ്ടിയുള്ള സാരിയില്ല, എല്ലാവരും ഉടുക്കാനുള്ള മുല്ലപ്പൂ ഇല്ല, എല്ലാവർക്കും. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, എല്ലാവർക്കും പല രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. ഒരു നിർബന്ധ ബുദ്ധിയാൽ ആർക്കും ആരെയും മാറ്റാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത്രയും കൊല്ലം കൊണ്ട് ഞാൻ ഇന്ന് പഠിച്ചിരുന്നത്. നമ്മളൊരു എപ്പോഴും പറഞ്ഞൊരു കഥയുണ്ടല്ലോ, 1000 പേര് വിചാരിച്ചാലും ദൈവം വിചാരിച്ചാൽ പോലും ഒരു കുതിരയെ മര്യാദയ്ക്ക് കുളിപ്പിക്കാൻ പറ്റൂല, ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും. ആ കുതിര വിചാരിക്കണം. ആ കുതിര വിചാരിക്കാത്തോളം കാലം ആരെല്ലാം വിചാരിച്ചാലും ഒന്നും നടക്കത്തില്ല. കളിയാക്കിയാണ് പറഞ്ഞതെങ്കിലും ഇതിന്റെ വസ്തുത സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മളൊരാള് ഒരു ചേഞ്ചിനോട് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്, നമ്മളതിൽ നെഗറ്റീവ് ആണെങ്കിൽ, നമ്മളതിൽ എഗൻസ്റ്റ് ആണെങ്കിൽ, നമ്മളെ ആര് വിചാരിച്ചാലും നമുക്കത് ചെയ്യാനൊക്കെ പറ്റില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടല്ലേ ഇപ്പൊ ചിലര് സൂയിസൈഡൽ ടെൻഡൻസി, ആത്മഹത്യ ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർക്ക് എത്ര കാവലിരുന്നാലും അവര് ചെയ്തു കളയും കിട്ടുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതൊരു അഴകാണ് എന്നൊരാൾ വിശ്വസിച്ചു പോയാൽ, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്, വേറെ ആരും പറയുന്നത് കേൾക്കാതിരിക്കുന്നത് ഒരു അഴകാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളിനെ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇടവേള തുടരും.